ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയുടെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം, 2 അല്ലി വെളുത്തുള്ളി, 3 ഉണക്കമുളക്, ഒരു തക്കാളി, കുറച്ച് പൊട്ടുകടല, ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. കൂടെ തന്നെ വെളുത്തുള്ളിയും ഉണക്കമുളകും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഉപ്പ് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പൊരികടല ചേർത്ത് കൊടുക്കാം. പൊരികടല ചേർത്തതിന് ശേഷം കൂടുതൽ വഴറ്റേണ്ട ആവശ്യമില്ല, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചട്നി നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കണം, കാരണം നമ്മുടെ ചട്നി നല്ല വെള്ളം പോലെയുള്ള ചട്നിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കാം. അപ്പോൾ ഈ ചട്നി നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചട്നിയാണ്. പോരാതെ ഇതിൽ നമുക്ക് തേങ്ങയുടെ ആവശ്യമില്ല. അപ്പോൾ തേങ്ങ ഇല്ലാതെ തന്നെ അതുപോലൊരു ചട്നി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കടുക് താളിച്ച ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണേ. താങ്ക് യു.